തമിഴ്നാടും പരസ്പരം കൈത്താങ്ങാകുന്ന സഹകരണ ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാലം ആവശ്യപ്പെടുന്ന തലത്തിലുള്ള സഹകരണവുമായി കേരളവും തമിഴ്നാടും മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്ന തന്തേ പെരിയാർ തുല്യതയെ പ്രശംസിച്ചിരുന്ന ആളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പെരിയാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. താൻ ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ നീതിയുടെയും സ്വാഭിമാനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പെരിയാർ കുടിയരസു എന്നൊരു പത്രം ആരംഭിച്ചിരുന്നു. സഖാവ് ശിങ്കാരവേലു അതിൽ സ്ഥിരമായി എഴുതുമായിരുന്നു. തമിഴ്നാട്ടുകാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അവതരിപ്പിച്ചുകൊണ്ട് 1931 ഒക്ടോബർ 4 കുടിയരസു ഒരു മുഖപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ് ഇതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ്. പ്രവേശനം നിഷേധിക്കപ്പെട്ട വൈക്കത്ത് തന്റെ പെരിയാറിന് നമ്മൾ ഒരു സ്മാരകം നിമിച്ചിട്ടുണ്ട്. ഒരിക്കൽ തന്റെ പെരിയാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച വൈക്കത്ത് തന്നെയാണ് തമിഴ്നാട് കേരള സർക്കാരുകളുടെ പേരിൽ നമ്മൾ ഈ പരിപാടി ആഘോഷിച്ചിട്ടുള്ളത്. തന്റെ പെരിയാருக்கு எதிராக யாகமெடுத்த ஊர்ல இன்னைக்கு புகழ்மாலை சூட்டி இருக்கக்கூடிய நிகழ்ச்சி நடந்து கொண்டிருக்கிறது. இதுதான் பெரியாரின் வெற்றி. പെരിയാർ സ്മാരകത്തിൽ ഇരു നേതാക്കളും പുഷ്പാർച്ചന നടത്തി. നേരത്തെ വൈക്കം തന്തേ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹ സമരനായകനായ തന്തേ പെരിയാറിന്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാരാണ് വൈക്കത്ത് തന്തേ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും സ്ഥാപിച്ചിരിക്കുന്നത്. மாண்புமிகு கேரள முதலமைச்சர் அவர்கள் மாண்புமிகு தமிழ்நாடு முதலமைச்சரை பொன்னாடை போர்த்தி கௌரவிப்பார்கள், நினைவு பரிசும் வழங்குவார்கள். ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പൊന്നാട അണിവിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട കേരള സഹകരണം തുറമുഖം വകുപ്പ് മന്ത്രിക്ക് പട്ടാട അണിവിച്ച് ഗൗരവിക്കുകയാണ്. മെമ്മോറിയൽ സമ്മാനവും നൽകുന്നു. ബഹുമാനപ്പെട്ട തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രിക്ക് പൊന്നാട അണിവിക്കുകയാണ്. മെമ്മോറിയൽ സമ്മാനവും നൽകുന്നു. അടുത്തதாக மாண்புமிகு கேரள முதலமைச்சர் அவர்கள் மாண்புமிகு தமிழ்நாடு பொதுப்பணித்துறை அமைச்சர் திரு ஏவ வேலு அவர்களுக்கு பொன்னாடை போர்த்துகிறார், நிறைவு பரிசும் வழங்குகிறார்.